നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തിയും അമർഷവും പുകയുന്നു. നേതാക്കളടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തുന്നതാണ് കാഴ്ച. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് എന്നിങ്ങനെ 6 ജില്ലകളിൽ നേതാക്കൾ പല തട്ടിൽ നിന്ന് തർക്കം തുടരുകയാണ്. കെ സുധാകരൻ ഉയർത്തുന്ന എതിർപ്പ് നേരിടാൻ അനുനയ നീക്കങ്ങളുമായി കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ രംഗത്തുണ്ട്. ചൊവ്വാഴ്ച രാവിലെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കായി കെ സുധാകരൻ ഡൽഹിയിലെത്തിയത്. നിരവധി നേതാക്കൾ സംസാരിച്ചെങ്കിലും സുധാകരൻ അയവില്ലാതെ തുടരുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നോമിനികളുടെ പ്രാതിനിധ്യം കുറയുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് വി.ഡി. സതീശൻ. കൊച്ചിയിൽ ഡി.സി.സി. പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനായി സതീശൻ വാദിച്ചിരുന്നു. ചർച്ചയ്ക്കിടെ സതീശൻ പ്രതിഷേധിച്ചിറങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതേ സീറ്റിൽ ദീപ്തി മേരി വർഗീസിനായി കെ.സി. വേണുഗോപാലും വാദിക്കുന്നുണ്ട്. നെടുമങ്ങാട് മീനങ്കൽ കുമാറിനെ പരിഗണിക്കുന്നതിൽ നേതൃത്വത്തിൽ തന്നെ അതൃപ്തിയുണ്ട്. അതേസമയം വി.എസ്. ശിവകുമാറും കെ.എസ്. ശബരിനാഥനും അരുവിക്കര മണ്ഡലത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന 37 സീറ്റുകളിലും ബുധനാഴ്ച തന്നെ പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം. ആശയക്കുഴപ്പമുള്ള മണ്ഡലങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് മാറ്റിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. കോന്നിയും കണ്ണൂരും ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലമായ പെരുമ്പാവൂരിലും കെ ബാബു സ്വയം പിന്മാറിയ തൃപ്പൂണിത്തറയിലും സ്ഥാനാർത്ഥികൾ ആരെന്ന് അടുത്ത പട്ടികയിലെ വ്യക്തമാവൂ. അമ്പലപ്പുഴയിൽ ജി സുധാകരനും തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനും പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും പിന്തുണ നൽകാൻ പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതേസമയം UDF ഘടകകക്ഷിയായ ലീഗിൽ നിന്നും വിമത ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച മുതിർന്ന നേതാവും മുൻ MLA-യുമായ അബ്ദുറഹിമാൻ രണ്ടത്താണി LDF സ്ഥാനാർത്ഥി ആയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. താനൂരിലോ തിരൂരിലോ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ CPM നടത്തി വരുന്നതായാണ് വിവരം. അബ്ദുറഹിമാൻ രണ്ടത്താണിയും ഇതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കടമ്പയാണ് വെബ് ചെക്കിൻ. സീറ്റ് തിരഞ്ഞെടുക്കാൻ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ സീറ്റുകൾക്കും അധിക തുക നൽകേണ്ടി വരുന്നത് നിങ്ങളെയും പലപ്പോഴും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് DGCA. ഓരോ വിമാനത്തിലും നിശ്ചിത എണ്ണം സീറ്റുകൾ സൗജന്യമായി നൽകണമെന്ന് DGCA കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിമാന കമ്പനികൾ ലാഭം കൊയ്യാൻ വേണ്ടി നടത്തുന്ന സീറ്റ് സെലക്ഷൻ ഫീക്ക് കടിഞ്ഞാണിടുകയാണ് DGCA. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ വിമാനത്തിലും കുറഞ്ഞത് 60% സീറ്റുകൾ ഫ്രീ സീറ്റുകളായി മാറ്റിവെക്കണമെന്നാണ്. ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒരേ PNR-ൽ സീറ്റുകൾ നൽകാൻ എയർലൈനുകൾ മുൻഗണന നൽകണം. മുതിർന്നവർക്കും കുട്ടികൾക്കും അവരോടൊപ്പമുള്ളവർക്കും അടുത്തടുത്ത് സീറ്റുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഏതൊക്കെ സീറ്റുകൾക്കാണ് പണം നൽകേണ്ടത്, ഏതൊക്കെയാണ് സൗജന്യമെന്നത് ബുക്കിംഗ് സമയത്ത് വ്യക്തമായി കാണിച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നേരത്തെ പല വിമാന കമ്പനികളും വിമാനത്തിലെ എല്ലാ സീറ്റുകൾക്കും പണം ഈടാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിൻഡോ സീറ്റുകൾക്കും കൂടുതൽ ലെഗ് സ്പേസ് ഉള്ള സീറ്റുകൾക്കും. ഇതിനാണ് നിലവിൽ മാറ്റം വരുന്നത്. വെബ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ലഭ്യമായ ഫ്രീ സീറ്റുകളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫ്രീ സീറ്റുകൾ ലഭ്യമല്ലെങ്കിൽ എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നും പണമില്ലാതെ സീറ്റുകൾ അനുവദിച്ച് നൽകാൻ കമ്പനികൾ ബാധ്യസ്ഥരാവുകയാണ്. വിമാനയാത്ര കൂടുതൽ ജനകീയമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും DGCAയും സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ. ടിക്കറ്റ് എടുത്ത ശേഷം സീറ്റിനായി വീണ്ടും പണം നൽകേണ്ടി വരുന്ന യാത്രക്കാരുടെ വലിയ പരാതിക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. വിമാനം വൈകുന്നതടക്കം സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ വെബ്സൈറ്റുകളിലും ആപ്പുകളിലും എയർപോർട്ട് കൗണ്ടറുകളിലും പ്രദർശിപ്പിക്കണമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചല്ല തങ്ങളുടെ ഗവൺമെൻറ് നിലനിൽക്കുന്നതെന്നും ലാരിജാനിയെ കൊലപ്പെടുത്തിയതോടെ സർക്കാർ വീഴുമെന്ന് ഇസ്രായേലും അമേരിക്കയും കിനാവ് കാണേണ്ടെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. ആശയപരവും സാമ്പത്തികവും സാമൂഹികവുമായ രാഷ്ട്രീയ ചട്ടക്കൂടിലാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലനിൽക്കുന്നത്. ആയത്തുള്ള അലി ഖംനയെ കൊലപ്പെടുത്തിയിട്ടും രാജ്യം മുന്നോട്ട് പോയി. ആരു മരിച്ചാലും അതങ്ങനെ തന്നെയാകും. ഒരു നേതാവിനെ ഇല്ലാതാക്കിയാൽ അത് തകരില്ലെന്ന് അമേരിക്കക്കാർക്കും ഇസ്രായേലികൾക്കും മനസ്സിലായിട്ടില്ലെന്നും അബ്ബാസ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇറാൻ ഗസീജ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും ഇതിനോടൊപ്പം കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് IRGC നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം ലാരിജാനി ആയിരുന്നുവെന്നും അദ്ദേഹത്തെ വധിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മാഗൻ ഡേവിസ് അഡോം എന്ന പാരാമെഡിക്കൽ ഏജൻസി ഉദ്ധരിച്ചാണ് CNN വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം റോറിംഗ് ലൈൻ എന്ന സൈനിക നടപടിയുടെ ഭാഗമായി ലബനനിൽ ഉടനീളമുള്ള ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളും
ഭീകരവാദികളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി IDF അവകാശപ്പെട്ടു. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള ആദ്യഘട്ട നീക്കമെന്ന നിലയിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ തീരപ്രദേശങ്ങളിലെ ഒളിത്താവളങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബാക്രമണം. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെ നശിപ്പിക്കാനാണ് ഈ സൈനിക നീക്കമെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസിലെ സൈനിക നീക്കത്തിൽ സഹകരിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. തങ്ങൾ നാറ്റോയെ ഇത്രയധികം സഹായിച്ചിട്ടും ഒരു മൈൻ സ്വീപ്പർ പോലും അയക്കാൻ സഖ്യകക്ഷികൾ തയ്യാറാകാത്തതിൽ ട്രംപ് കടുത്ത അമർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്.